ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ മുമ്പ് ഈ ഒരു ബോയുടെ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള ബോയുടെ മേക്കിംഗ് വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സ്റ്റെൻസിൽ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള സ്റ്റെൻസിലിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈ 3 ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാത്തവരൊക്കെ കണ്ടു നോക്കണം കേട്ടോ. ഇതുപോലെയുള്ള സ്റ്റെൻസിൽ നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ബട്ടൺ ഹൗസിലൊക്കെ ഉണ്ടാവും ഇതുപോലെ പല ഷേപ്പിലുള്ളതും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാവും. അപ്പോൾ ബിഗിന്നേഴ്സ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് സ്റ്റെൻസിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മൊബൈലിൽ ഇതുപോലെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോയുടെ സ്റ്റെൻസിലിൻ്റെ ഫോട്ടോസാണിത്. ബട്ടർഫ്ലൈ ബോയുടെ ഇതുണ്ട്, അല്ലാതെ 2-3 ഐറ്റംസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ പല ഡിസൈനുള്ള ബോയുടെയും സ്റ്റെൻസിലുകൾ ഇതുപോലെ ഗൂഗിളിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിലൊന്ന് സൂം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സൂം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലുതായി കിട്ടാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള സ്റ്റെൻസിലാണ് എനിക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിപ്പത്തിൽ ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ, ഞാൻ ഹെയർ ബാൻഡൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവറിൻ്റെ താഴേക്കായിട്ട് ഈ ഒരു പേപ്പർ ക്യാൻവാസാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മൊബൈലിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മൊബൈലിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം, എങ്കിലാണ് നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് ആ ഒരു ബട്ടർഫ്ലൈ ഈ ഒരു പേപ്പർ ക്യാൻവാസിലൊന്ന് സ്കെച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചിത്രം വരയ്ക്കാനുള്ള കഴിവുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ആ ഒരു പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ മൊബൈലാണ്, അപ്പോൾ വല്ലാതെ പ്രസ് ചെയ്യാതെ നല്ല ശക്തിയിൽ വരയ്ക്കാതെ ഒന്ന് സോഫ്റ്റായിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ഇപ്പോൾ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഇതുപോലെയുള്ളൊരു പീസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ സെൻറ്റർ ഭാഗത്ത് വെക്കാനുള്ളതാണ്. ഇതുപോലെ സ്റ്റെൻസിലാക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് കത്രിക വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ മുകളിൽ ഇതുപോലെയുള്ളൊരു ചെറിയ ബോ വരുന്നുണ്ട്. അപ്പോൾ അതോടെ ഞാൻ ഇതുപോലെ ഒന്ന് സ്കെച്ച് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെയുള്ളൊരു ബ്രൗൺ കാർഡ്ബോർഡ് പേപ്പറിൽ വരച്ചെടുക്കാം. ഇതിലാണ് ഇപ്പോൾ ഞാൻ സ്റ്റെൻസിൽ ചെയ്യുന്നത്. ഇത് നമുക്കൊരു ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ബട്ടൺ ഹൗസിലോ ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്പിലൊക്കെ ഉണ്ടാകും. 20 രൂപ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഷീറ്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പേപ്പർ ക്യാൻവാസിൽ വരച്ചെടുത്തിട്ടില്ലേ, ഇതുപോലെ നമ്മുടെ ആ ഒരു ബ്രൗൺ കാർഡ്ബോർഡ് പേപ്പറിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൻ്റെ ചട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറായാൽ മതി. അതിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. ഇത് വരച്ചെടുക്കുന്ന സമയത്ത് നല്ല ശക്തിയിൽ തന്നെ വരച്ചെടുക്കുക, കാരണം ആ പേപ്പറിൽ അതിൻ്റെ മാർക്ക് ആയി കിട്ടണം. അപ്പോൾ നല്ല കട്ടിയിൽ ഒരു പേന വെച്ചിട്ട് കട്ടിയിൽ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഇതുപോലെ അതിൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് ഞാൻ സ്റ്റെൻസിൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഇതുപോലെ പല മെത്തേഡുകളും ഉണ്ടാവും. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ഷേപ്പിലും ഏത് സൈസിലും ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൈസ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ വലുതോ ചെറുതോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു ബട്ടർഫ്ലൈയുടെ മുകളിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് ഹെയർ ക്ലിപ്പിലോ ഹെയർ ബാൻഡിലോ നെയിലർ ബാൻഡിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഞാൻ ഒരു ലെതർ ബോ വെച്ചിട്ട് നെയിലോൺ ബാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് വെച്ചിട്ട്. നമുക്ക് ലെതർ ഷീറ്റ് വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റില്ലേ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ബോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഷേപ്പിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് സൈസിലും ഏത് ഷേപ്പിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.